കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ മേൽ വീണ്ടും താരിഫ് ചുമത്താൻ ഒരുങ്ങി ഡൊണാൾഡ് ട്രംപ്. ഈ കഴിഞ്ഞ ദിവസം കോപ്പറിന് മേൽ 50% താരിഫ് ചുമത്തും എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലുള്ള പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതിനു പിന്നാലെ 35% താരിഫ് കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തുവാനുള്ള ഒരു ലെറ്റർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ദിവസം മാർക്ക് കാർണിക്ക് ഒട്ടാവയിലേക്ക് അദ്ദേഹം അയച്ചു കൊടുത്തിരിക്കുകയാണ്. ജൂലൈ 21 നടക്കേണ്ടിയിരുന്ന ക്ലോസിംഗ് ടോക്സ് പല കാര്യങ്ങളും അതിനുവേണ്ടി ഒട്ടാവയും വാഷിങ്ടണും ഒരുങ്ങുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ജനുവരി 20, 2025 മുതൽ കനേഡിയൻ ഗവൺമെൻറ്റും വാഷിങ്ടണുമായി നിരവധി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും താരിഫ് ഒഴിവാക്കാനുള്ള പല നടപടിക്രമങ്ങളും ചർച്ചകളും പുരോഗമിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം വാർത്തകൾ പല അസന്തുലിതാവസ്ഥകളുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓട്ടോ മാനുഫാക്ചറിങ് മേഖലകളിലും മറ്റ് ഇൻഡസ്ട്രികളിലുമൊക്കെ ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല സോഷ്യൽ ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാംസുകളിലൊക്കെ പോകുമ്പോൾ പല മലയാളികളും പറയാറുണ്ടായിരുന്നു അവരുടെ ജോലി നഷ്ടപ്പെട്ട കാര്യങ്ങളെപ്പറ്റി. പ്രത്യേകിച്ചും ഓട്ടോ മാനുഫാക്ചറിങ്, പാർട്സ് നിർമ്മാണം മുതലായ സ്ഥലങ്ങളിലാണ് ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് 1 അടുത്ത ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ എന്താകും കാര്യങ്ങളെന്ന് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണാം. മറ്റ് വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും ഇമിഗ്രേഷനിൽ ഒരു നല്ല വാർത്ത വന്നിരിക്കുന്നത് 510 ആണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന CAC ഡ്രോയിലെ ഏറ്റവും കൂടിയ സ്കോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് ഇപ്പോൾ PR ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുകയാണ്. 3000 പേർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ആരെങ്കിലുമൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും PR ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ വാർത്ത കൊടുക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത്തരം സംശയങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചോദിക്കുക. അപ്പോൾ പലർക്കും അവിടെ കമൻറ്റ് ചെയ്ത് സഹായിക്കാവുന്നതാണ്. നമ്മുടെ വെള്ളിയാഴ്ചകളിലുള്ള ലൈവ് സെഷനുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ലൈവ് സെഷനിൽ ഒരു പ്രധാന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു കോഴ്സ് സെലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണത്. അതിൽ ജൂൺ 25 ശേഷം അപ്ലൈ ചെയ്യുന്ന ഏതാനും കോഴ്സുകൾക്ക് PGWP ലഭിക്കുകയില്ല എന്ന IRCCയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് റിവേഴ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി സാധാരണ ലിസ്റ്റിലുള്ള കോഴ്സുകൾക്കും PGWP അഥവാ സ്റ്റേ ബാക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള വിശദമായൊരു ഡിസ്കഷൻ RCIC കൺസൾട്ടൻറ്റ് ജിയേഷുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ OINP ഡ്രോയെ പറ്റിയുള്ള അപ്ഡേറ്റ്സും അതിൽ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും പോർട്ടലിലുള്ള വ്യത്യാസങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ടുള്ള ലൈവ് സെഷൻ്റെ വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റു വാർത്തകൾ നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിലെ ചൂടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈൽഡ് ഫയർ കാര്യങ്ങളൊക്കെയാണ്. മാനിറ്റോബയിൽ ഇപ്പോൾ വൈൽഡ് ഫയർ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിൽ റൂറൽ ഏരിയകളിൽ പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വൈൽഡ് ഫയർ സീസണാണ്. പല ഫോറസ്റ്റുകളും പല സിറ്റികളെയും ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളാണ് വിന്നിപ്പെഗിലേക്ക് ഇപ്പോൾ മാറ്റി താമസിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം US ഗവൺമെൻറ്റിൻ്റെ ചില സെനറ്റേഴ്സ് ഇവർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും കാനഡയിൽ നിന്നുള്ള പുക US പല സിറ്റികളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ട നടപടികൾ കാനഡയിൽ നിന്നും സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷം ആഗോള താപനം മൂലം പല സ്ഥലങ്ങളിലും വൈൽഡ് ഫയർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പല സേനാംഗങ്ങളും പ്രത്യേകിച്ചും ഫയർഫോഴ്സ് സേവനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ. ആളുകളൊക്കെ ഇപ്പോൾ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളി അസോസിയേഷൻ്റെ വിവിധ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. ഇനി മുന്നോട്ട് ഓണപരിപാടികളൊക്കെ നടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സ്കാർബറോ സെയിൻറ്റ് തോമസ് സീറോ മലബാർ ചർച്ചിൻ്റെ തിരുനാൾ. അതിൻ്റെ ഇൻഫർമേഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകളെ അവിടെ കാണാൻ സാധിച്ചു. നിരവധി പരിപാടികളായിരുന്നു അവിടെ അരങ്ങേറിയത്. 3 ദിവസത്തെ തിരുനാൾ ആയിരുന്നു നടന്നത്. അതിൽ പ്രധാനമായിട്ടും വിശുദ്ധ കുർബാന, പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു.
അതോടൊപ്പം തന്നെ വെടിക്കെട്ട്, പിന്നെ ഇടവകയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, 101 കലാകാരികൾ അണിനിരന്ന ഒരു മാർഗം കളി വളരെ ഭംഗിയായിരുന്നത്. പിന്നെ ഇവിടെയുള്ള ഇടവകാംഗങ്ങൾ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് സെർവ് ചെയ്തിരുന്നത്. അത് വളരെ നല്ലൊരു കൂട്ടായ്മയുടെ കാഴ്ച തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ പ്രദക്ഷിണമൊക്കെ നമ്മുടെ ഈ ലോക്കൽ ഏരിയകളിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. നല്ല ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ കൾച്ചറും നമ്മുടെ രീതികളുമൊക്കെ മറക്കാതിരിക്കാൻ ഇത്തരം ആഘോഷങ്ങൾ സഹായകരമാണ്. പ്രത്യേകിച്ചും കുട്ടികളിലേക്ക് അത് പകർന്നു നൽകുന്നതിനും ഉപകരിക്കുന്നുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, അതോടൊപ്പം തന്നെ ആശംസകളും. കാനഡയിലെ ഭവന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ചും ടൊറൻറ്റോയിലെ മുനിസിപ്പാലിറ്റി അതിനുവേണ്ടി പല പദ്ധതികളും, പ്രത്യേകിച്ചും ബേസ്മെൻറ്റ് റെനോവേഷൻസിന് വേണ്ടിയുള്ള ഗ്രാൻറ്റുകൾ, അതോടൊപ്പം തന്നെ ലെയിൻ ഹൗസ്, ബാക്ക്യാർഡ് റെൻ്റൽ യൂണിറ്റുകൾ പണിയുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നടത്തി വരികയാണ്. സിറ്റി ഓഫ് ഏജാക്സും ഇത്തരം പല പദ്ധതികളും നടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. $12,000 വരെ ഗ്രാൻഡ് നൽകുന്ന പരിപാടികളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്, സിറ്റി ഓഫ് സ്മൂത്ത് റോക്ക് ഫോൾസ് ടൊറൻറ്റോയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്ര വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. നോർത്തേൺ ഒണ്ടേരിയോയിലാണ്. സെഡ്ബറിയിൽ നിന്ന് 4 മണിക്കൂർ ആണ് അങ്ങോട്ടുള്ള യാത്ര. അവിടെ കുറഞ്ഞ വിലയിൽ ഇപ്പോൾ പ്ലോട്ടുകൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $500 തുടങ്ങുന്ന പ്ലോട്ടുകൾ എന്നാണ് പല യൂട്യൂബേഴ്സും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ $6,000 വരെ ഉള്ള, ഏകദേശം ഒരു 10 സെൻറ്റ് മുതൽ 1 ഏക്കർ വരെയുള്ള പ്ലോട്ടുകളും പിന്നെ ചെറിയ പ്ലോട്ടുകളും ഒക്കെ $6,000 മുതൽ $15,000 വരെയുള്ള നിരക്കിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രീസ്, ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റിയെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷമേ ഉള്ളൂ പൈസയൊക്കെ കൊടുക്കാവുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നാട്ടിൽ വീട് വയ്ക്കുന്നത് പോലെ കുറച്ച് പണിക്കാരെയൊക്കെ വിളിച്ച് നിലമൊക്കെ നിരത്തി അതിനുശേഷം ബേസ്മെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് വാർക്കയൊക്കെ ആരംഭിക്കാൻ നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല കാനഡയിലെ കാര്യങ്ങൾ. ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാനൊരു കണക്ക് ഏകദേശം നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ഏക്കർ സ്ഥലം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ആ സ്ഥലത്ത് ഏകദേശം ഒരു $35,000 മുതൽ $50,000 വരെ ചിലവ് വരും. അപ്പോൾ നമ്മൾ വാങ്ങിയ വിലയേക്കാൾ ഒരു 10 ഇരട്ടി കൂടി തുക വരും അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനുശേഷമാണ് കൺസ്ട്രക്ഷനൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിയ ശേഷം സ്ഥലം വാങ്ങാനൊക്കെ പോവുക. നമ്മൾ വെറുതെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട ശേഷം നമ്മൾ പോകരുത്. അതോടൊപ്പം തന്നെ ഇമിഗ്രേഷൻ സ്കാമുകളും ഇപ്പോൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടീച്ചേഴ്സിൻ്റെ വേക്കൻസി അല്ലെങ്കിൽ PSW കെയർ വർക്കർ ഇത്തരം ജോലികളിലേക്ക് വേക്കൻസികളുണ്ട് എന്നും പറഞ്ഞ് പല സ്കാമേഴ്സും നൈജീരിയയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതിനുവേണ്ടിയുള്ള ഇൻഫർമേഷനും നിങ്ങൾക്ക് GH ജേക്കബുമായിട്ടുള്ള അഭിമുഖത്തിൽ നടന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പിങ്ങിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എപ്പോഴും cac.gc.ca വെബ്സൈറ്റ് പരിശോധിക്കുക. ഇപ്പോഴത്തെ റെൻ്റൽ നിരക്കുകൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും റെൻ്റൽ നിരക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം പല സിറ്റികളിലെയും ഹോം സെയിൽസ് കുറഞ്ഞിരിക്കുകയാണ്.
പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് കാനഡയ്ക്ക് 35% GDP ഉണ്ടാകുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോഴേക്കും സെയിൽസ് കുറയുന്നതനുസരിച്ച് വരുമാനവും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി ഹൗസുകൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ലിസ്റ്റിങ്സ് ഇപ്പോൾ ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയയിൽ 31% ആണ് വർദ്ധിച്ചിട്ടുള്ളത്. എന്നാൽ സെയിൽസ് ഇപ്പോൾ 2.4% ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് സിറ്റികളൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും കാൽഗറിയിൽ 83% ലിസ്റ്റിംഗ് കൂടിയിരിക്കുന്നത്. സെയിൽസ് 16.5% കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് വാൻകൂവർ ഏരിയയാണ്. വാൻകൂവറിൽ 24% ലിസ്റ്റിങ്ങിൻ്റെ വർധനയുണ്ടായിട്ടുണ്ട്. 9.8% കുറവാണ് വിൽപ്പന വന്നിരിക്കുന്നത്. ആളുകളൊക്കെ ചോദിക്കും നമ്മളെന്താണ് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം ഇവിടെ വന്ന ശേഷം ആളുകളൊക്കെ വീട് വാങ്ങി, ആ വീട് വാങ്ങി എല്ലാ ദിവസവും ഇതിൻ്റെ വില നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇത് റിന്യൂ ചെയ്യണം. ഇത് റിന്യൂ ചെയ്യണമെങ്കിൽ, അതായത് മോർഗേജ് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തെ വിലയ്ക്കനുസരിച്ചുള്ളൂ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഹൗസിംഗ് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആജീവനാന്ത കാലം വരെ അല്ലെങ്കിൽ അടച്ചു തീരുന്നോളം വരെ അതിൻ്റെ കാര്യങ്ങൾ പോകും. ഇത് 5 വർഷം കൂടുന്തോറും വീടിൻ്റെ വില കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ഹോം ബൈയിങ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നല്ല കൺസൾട്ടേഷനോട് കൂടി മാത്രമേ എടുക്കാവുള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ റിസഷൻ സാഹചര്യങ്ങളൊക്കെയാണുള്ളത്, പ്രെഡിക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ആയതിനാൽ ബിഗ് പർച്ചേസസ് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നെ ന്യൂ കമേഴ്സായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ നല്ല റേറ്റിൽ, അതായത് റെൻറ്റ് കുറച്ച് ഇപ്പോൾ വീടുകൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്, bijo@canadianskills.ca. നമ്മൾക്ക് റീസെറ്റിൽമെൻറ്റ് സർവീസുകളായിട്ടൊന്നുമില്ല, എങ്കിലും നമുക്കിവിടെ ജെനുവിനായിട്ട് അറിയാവുന്ന ആളുകളുടെ ബേസ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇമെയിൽ ലീഡ് അയച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് ഒരു സർവീസ് ചാർജും ഉണ്ടായിരിക്കുന്നതല്ല, അത് അയച്ചു തരുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും അവിടെ പേയ്മെൻറ്റ് കൊടുക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ജെനുവിനിറ്റി വെരിഫൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിശേഷങ്ങൾ. ഇനി നമുക്ക് പല ആഘോഷങ്ങളും വരുന്നുണ്ട്. CSDCയുടെ പ്രോഗ്രാംസ് വരുന്നുണ്ട്, ജോബ് ഫെയർ നടക്കാൻ പോകുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. PSW പ്രോഗ്രാംസ്, അതോടൊപ്പം തന്നെ ഏർലി ചൈൽഡ്ഹുഡ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം, പിന്നെ സൈബർ സെക്യൂരിറ്റി, AI റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ കോഴ്സുകൾ PR ഉള്ളവർക്ക് വേണ്ടി, അതായത് ഫണ്ടോടുകൂടി പഠിക്കാൻ പറ്റുന്ന പല കോഴ്സുകളുണ്ട്. പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, വർക്ക് പെർമിറ്റിലായിട്ടുള്ളവർക്ക് പല ഡൗട്ട്സ് ഉണ്ട്, അവർക്ക് കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. നമുക്കൊരു സ്പെഷ്യൽ സെമിനാർ അതിനുവേണ്ടി നടത്തുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇമെയിൽ അയക്കേണ്ട വിലാസം bijo@canadianskills.ca ആണ്. അതിലേക്ക് നിങ്ങൾക്ക് PSW ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് അസിസ്റ്റൻ്റ് കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ കൺസൾട്ടൻറ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്, എക്സ്പേർട്സ് അതിൻ്റെ അകത്തുണ്ടാവും. അതിനുശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. കാരണം നിങ്ങളുടെ PR സമയത്തെ ആപ്ലിക്കേഷനെ ഒന്നും ഇത് ബാധിക്കരുത്. അത് കാരണമാണ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR സെഷൻസ് നടക്കുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അടുത്ത ആഴ്ച തരാം. കഴിഞ്ഞ ആഴ്ചത്തെ ഡേറ്റ്സ് നമുക്ക് പോസ്റ്റ്പോൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വിവരം അടുത്ത ആഴ്ച നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്കിനി അടുത്ത ദിവസമുള്ള വീഡിയോയിൽ കാണാം. പുതിയ വീഡിയോസ് ഇടയ്ക്കിടയ്ക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈവ് സെഷൻ വെള്ളിയാഴ്ചയാണ്, കാണാൻ മറക്കേണ്ട. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.